അപ്പൊ മലയക്കോട്ടെ വാലിബലിൽ അടുത്തൊരു ചോദ്യം, ആ പടം സക്സസ് ആയിരുന്നു? ഫിനാൻഷ്യലി സക്സസ് ആയിരുന്നോ ലോസ് ആയിരുന്നോ എന്ന് ചോദിക്കുന്ന അർത്ഥമില്ല. ലോസ് ആണെങ്കിൽ നിങ്ങൾ തരുമോ? ലാഭമാണെങ്കിൽ ഞങ്ങൾ അതിന്റെ വീതം തരത്തില്ലല്ലോ. സെക്കൻഡ് പാർട്ട് ഇപ്പോഴും പ്ലാനിങ്ങിലുണ്ടോ അതോ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയോ എന്നുള്ളതാണ് ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചത്. ഒരു തരത്തിലും ജീവിക്കാൻ ശരിക്കും സാറൊരു പ്രൊഫഷണൽ ഫീൽഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് പോയി അല്ലേ? ജോലിക്കല്ല, ബിസിനസ് ചെയ്യായിരുന്നു. അങ്ങനെ പോയിരുന്ന ആളെ പ്രൊഫഷണൽ എങ്ങനെയാണ് പൊളിറ്റിക്സിലേക്ക് വന്നത്? അത് ജീവിതത്തിൽ പല അബദ്ധവും പറ്റുമോ. എൻ്റെ ആദ്യത്തെ അബദ്ധമായിരുന്നു, പിന്നെ മലയക്കോട്ടെ വലിയ മൂന്നാമത്തെ ഇതാണെന്ന് പറയാം. അല്ല, അത് അവസാനം പറയാം. രീതി പറഞ്ഞാണ് ഇന്ന് ഞാനത് ഭാഗമായി നിൽക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് പകരം വേറെ ഏതെങ്കിലും ചാനലിലായിരുന്നു ഇന്റർവ്യൂവിൽ ഇപ്പൊ ബ്രേക്കിംഗ് ആയിട്ട് വന്നേനെ പറഞ്ഞ് റാഗിങ് വേണമെന്ന് പറഞ്ഞേനെ. തള്ളരുത് വിധികോട് പിന്നെ പരസ്യമായി എന്ന് പറഞ്ഞത് തല്ലരുതെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ രാഷ്ട്രീയക്കാര് വെള്ളയിടുന്നിടത്ത് സാറിന്റെ ഷർട്ടിൽ ഇവിടെ ടോമാഞ്ചേരി വന്നു. അത് ക്യാമറയിൽ വന്നായിരുന്നു. സാർ കയ്യൊന്ന് മാറ്റോ, സാർ ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ടെന്ന് കാണാം. ഇങ്ങോട്ട് വന്നല്ലേ നിങ്ങളുമായിട്ട് പിടിച്ചിരിക്കുക. സാറിന് അങ്ങനെ ഒരു മറ്റേ ലൈറ്റ് മുഖം ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്ക് അറിയാമോ? സാർ റഫ് പൊളിറ്റീഷ്യൻ ആയിട്ടാണോ? ടഫി ആയിട്ടാണ് കാണുന്നത്. ഒന്നും ചെയ്യില്ല, പാവം.